is Pastor Conrad DeFries with our Bible study today. ഇന്ന് വേദപഠനവുമായി നിങ്ങളുടെ മുമ്പിൽ കടന്നു വരുന്ന ഞാൻ പാസ്റ്റർ കോൺറാഡ് ഡിഫ്രീസ്. The title is Jesus is the Living Word, Part 2. ഇന്നത്തെ പഠന വിഷയം എന്ന് പറയുന്നത് യേശു ക്രിസ്തു ജീവിക്കുന്ന വചനം, അതിന്റെ രണ്ടാം ഭാഗം. The Bible is the written word and it reveals to us Jesus, the living word. യേശു എന്ന ജീവിക്കുന്ന വചനം എന്നുള്ളതിന്റെ എഴുതപ്പെട്ടതായിരിക്കുന്ന ഒരു പുസ്തകമാണ് ബൈബിൾ എന്ന് പറയുന്നത്. അത് യേശുവിനെ വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടയാകുന്നു. The Bible will never change and it will never be added to. It is the complete Word of God. വേദപുസ്തകത്തിൽ ഒരു മാറ്റവും ഇനി സംഭവിക്കുവാനില്ല. അതിന്മേൽ ഇനി ഒന്നും ചേർക്കുവാനും അതിന്മേൽ നിന്ന് കുറയ്ക്കുവാനും തക്കവണ്ണം സാധിക്കുകയില്ല. അത് പരിപൂർണമായിരിക്കുന്ന പൂർണ്ണതയുള്ള ഒരു പുസ്തകമാകുന്നു വേദപുസ്തകം. It has the answers for everything in our lives today. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ എല്ലാ വിഷയങ്ങൾക്കും വേണ്ടുന്ന ഉത്തരം ഇന്ന് വേദപുസ്തകത്തിലുണ്ട്. It tells us about the creation of Adam and Eve, the beginning of the human race. മനുഷ്യന്റെ ഉത്ഭവത്തിൽ നിന്ന് ആദാമിന്റെയും ഹവ്വയുടെയും ജീവചരിത്രത്തിൽ നിന്നും വേദപുസ്തകം തുടങ്ങുന്നു. God gave them dominion over all the earth, but they sinned and turned it over to the devil. ദൈവം ഈ സകല ലോകത്തിന്റെയും ആധിപത്യം അവരുടെ കയ്യിൽ ഏൽപ്പിച്ചു. എന്നാൽ അവർ പാപം ചെയ്ത് അത് അവർ നഷ്ടപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടയായി. Because we are descendants of Adam is why we are born in sin when we come into this world. നമ്മൾ ആദാമിന്റെ വംശാവലിയിൽപ്പെട്ടവരായത് കൊണ്ടത്രേ നമ്മൾ പാപത്തിൽ നിന്ന് ജനിക്കുവാൻ തക്കവണ്ണം ഇടയായെന്ന് വേദപുസ്തകത്തിൽ കൂടെ നമുക്ക് വായിക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നു. We did not have a choice how we would be born, but we have a choice today to receive Jesus. നമുക്ക് ഈ ഭൂമിയിൽ എപ്രകാരം ജനിക്കണം എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു തീരുമാനമെടുക്കുവാൻ സാധിക്കില്ലായിരുന്നു. എന്നാൽ നമ്മൾ ഈ ഭൂമിയിൽ എപ്രകാരം ജീവിക്കണം എന്നുള്ളത് ക്രിസ്തുവിൽ കൂടെ നമുക്ക് തീരുമാനമെടുക്കുവാൻ തക്കവണ്ണം സാധിക്കും. The Bible gives us the great plan of God's redemption. ദൈവത്തിന്റെ ഈ ഭൂമിയെക്കുറിച്ച് ദൈവത്തിനുള്ള വലിയ പദ്ധതി, വിടുതലിന്റെ ഒരു പദ്ധതിയെ കുറിച്ചിട്ട് വേദപുസ്തകം പറയുന്നതും അല്ലെങ്കിൽ വ്യക്തമാക്കുവാൻ തക്കവണ്ണം. It tells us about marriage and raising children and having families. വേദപുസ്തകത്തിൽ വിവാഹത്തെക്കുറിച്ചും എങ്ങനെ എപ്രകാരം കുഞ്ഞുങ്ങളെ വളർത്തണമെന്നും ഒരു കുടുംബം എങ്ങനെ നടത്തണമെന്നുള്ള കുറിച്ചും വേദപുസ്തകത്തിൽ പറയപ്പെടുന്നു. It tells us what to do to be successful and how to work in business and treat other people. എപ്രകാരം ജീവിതത്തിൽ നിങ്ങൾ അഭിവൃദ്ധി പ്രാപിക്കണമെന്നുള്ളതും ബിസിനസ്സിൽ നിങ്ങൾക്ക് എപ്രകാരം നിങ്ങൾക്ക് അത് നടത്തിക്കൊണ്ട് പോകുവാൻ സാധിക്കുമെന്നുള്ളതെല്ലാം വേദപുസ്തകത്തിൽ പറയപ്പെടുന്നു. It tells us everything we need for every area of our lives. നമ്മുടെ ജീവിതത്തിൽ എല്ലാ മേഖലയിലും അത് എപ്രകാരം നമ്മൾ നയിക്കണം എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായിട്ട് വേദപുസ്തകത്തിൽ നമ്മളെ പഠിപ്പിക്കുകയും ചെയ്യുന്നു. Jesus is the living word of God and the Bible tells us and reveals him to us. യേശു ക്രിസ്തു ജീവിക്കുന്ന വേദപുസ്തകമാണ്, ജീവിക്കുന്ന വചനമാകുന്നു. അത് വേദപുസ്തകം അത് വ്യക്തമായിട്ട് നമുക്ക് വെളിപ്പെടുത്തി തരുവാൻ തക്കവണ്ണം ഇടയാകുന്നു യേശുവിനെ കുറിച്ച് പൂർണ്ണമായിട്ട്. You can learn some things by looking at the stars and the universe, but it must have the Bible to understand God. എന്നാൽ ഈ ലോകത്തെ നക്ഷത്രങ്ങൾ നോക്കി നിങ്ങൾക്ക് പലതും നിങ്ങൾക്ക് ഗ്രഹിച്ചെടുക്കുവാൻ തക്കവണ്ണം അല്ലെങ്കിൽ പഠിച്ചെടുക്കുവാൻ തക്കവണ്ണം സാധിക്കും. എന്നാൽ യേശുവിനെ അല്ലെങ്കിൽ ദൈവത്തെ മനസ്സിലാക്കണമെങ്കിൽ വചനം വായിക്കേണ്ടത് ആവശ്യമാകുന്നു. I want to encourage you to get into the Bible, learn about it, and learn to speak the word of God out of your mouth. നിങ്ങൾ വചനം വായിക്കുകയും നിങ്ങൾ വചനം ധ്യാനിക്കുകയും നിങ്ങളത് നിങ്ങളുടെ നാവിൽ കൂടി നിങ്ങൾ സംസാരിക്കുവാൻ തക്കവണ്ണം ചെയ്യണം എന്നുള്ളത് ഞാൻ നിങ്ങളോട് ഉത്സാഹപ്പെടുത്തുന്നു. Many Christians are just hearing the word of God and reading, yes, and then asking God to do it and just waiting for him. അനേക ക്രിസ്ത്യാനികൾ ദൈവത്തിന്റെ വചനം കേൾക്കുന്നുണ്ട്, എന്നിട്ട് ദൈവത്തോട് അവർ ചോദിക്കുന്നുണ്ട് ദൈവം ചെയ്യണമെന്ന്. പക്ഷെ അത് പ്രാവർത്തിയിലേക്ക് അവർ കൊണ്ടുവരാൻ തക്ക അവർക്ക് സാധിക്കുന്നില്ല. When Joshua was fighting a battle for the children of Israel, he needed more daylight to win the battle. യോശുവ ഇസ്രായേൽ ജനത്തോട് കൂടെ ചേർന്ന് യുദ്ധം ചെയ്യുമ്പോൾ അവന് പ്രകാശം വേണ്ടത് ആവശ്യമായിരുന്നു. He prayed and interceded for God to do something to give him the victory.
യോശുവ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ഇടപെടാതെ പ്രാർത്ഥിക്കുകയും ചെയ്തു തനിക്ക് ഒരു വിടുതൽ അല്ലെങ്കിൽ ഒരു വിജയം നൽകുവാൻ തക്കവണ്ണം. But it wasn't just enough for him to pray and talk to God about it. പക്ഷെ അത് മാത്രം തനിക്ക് ദൈവത്തോട് ചോദിക്കുവാനും പറയുവാൻ തക്കണം, അത് മാത്രം പോരായിരുന്നു. He had to do something. He had to speak to the sun and moon to stand still. എന്നാൽ താൻ അത് വിശ്വസിക്കാൻ മാത്രമല്ല, താൻ സൂര്യനോടും ചന്ദ്രനോടും മാറി നിൽക്കുവാൻ തക്കോണം കൽപ്പിക്കുക അല്ലെങ്കിൽ പറയുവാൻ തക്കോണം താൻ ഇടയായി. In the book of Exodus, Moses and the children of Israel were about to be destroyed by the armies of Egypt. അവിടെ പുറപ്പാട് പുസ്തകത്തിൽ മിസ്രയീം സൈന്യത്തിൽ നിന്നും മോശയും ഇസ്രായേൽ ജനവും നശിക്കേണ്ട അവസ്ഥയിലേക്ക് കടന്നു പോകുന്ന സാഹചര്യം നമുക്ക് കാണുവാൻ സാധിക്കുന്നു. And Moses was crying out to God, but God said, "Why are you crying to me?" മോശ ദൈവത്തോട് നിലവിളിക്കുവാൻ തക്കൊണ്ട് ഇടയായി. എന്നാൽ ദൈവം മോശയോട് ചോദിച്ചു, നീ എന്തിനാണ് എന്നോട് നിലവിളിക്കുന്നത് എന്ന്. He said, "Moses, you take your rod and you stretch it over the water and you divide the waters." ദൈവം മോശയോട് പറഞ്ഞു, മോശയെ നിന്റെ കയ്യിരിക്കുന്ന വടി നീ എടുത്ത് അത് വെള്ളത്തിന് നേരെ നീട്ടുകയും നീ കടലിനെ വിഭാഗിക്കുകയും ചെയ്യുക എന്ന് പറയാനിടയായി. Moses did not have the power, but he had the authority on earth to divide the waters. മോശയ്ക്ക് ശക്തിയൊന്നും ഇല്ലായിരുന്നു, എന്നാൽ ഈ വെള്ളത്തെ വിഭാഗിക്കുവാൻ തക്കവണ്ണമുള്ള അധികാരം ദൈവം മോശയ്ക്ക് നൽകിയിരുന്നു. Whether you know it or not, the moment you are born again, God gives you authority to speak His word. ദൈവത്തിന്റെ വചനം അധികാരത്തോടെ സംസാരിക്കുവാൻ തക്കവണ്ണം നിങ്ങൾക്ക് ദൈവം അധികാരം നൽകുന്നു. അത് നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അത് അപ്രകാരം സംഭവിക്കുന്നു. At the very minute you are born again, He gives you the power of attorney to use the name of Jesus. യേശു എന്ന നാമത്തെ നിങ്ങൾക്ക് ഉച്ചരിക്കുവാൻ തക്കവണ്ണം നിങ്ങൾക്ക് ദൈവം അധികാരം തരുന്നു. നിങ്ങൾ യേശുവിനെ സ്വന്തം രക്ഷിതാവ് സ്വീകരിച്ച് വീണ്ടും ജനനം പ്രാപിക്കുമ്പോൾ. Many Christians are begging God to do things, but they need to learn to speak His word and see it come to pass. അനേക ക്രിസ്ത്യാനികൾ ദൈവം ചെയ്യണമെന്ന് പറഞ്ഞ് പറയുകയും ചെയ്യുന്നു. എന്നാൽ അവർ മനസ്സിലാക്കേണ്ടത് അവർ ദൈവത്തിന്റെ വചനത്തെ അവർ പറയുകയും സംസാരിക്കുകയും അത്ര വേണ്ടതെന്നാണ്. In the book of Matthew, chapter 8 and verse 8, മത്തായി 8-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, the centurion said to Jesus, "Speak the word only, and my servant will be healed." അവിടെ ശതാധിപൻ ഇപ്രകാരം പറയുന്ന, കർത്താവേ, നീ കൽപ്പിച്ചാൽ മതി, എന്റെ ബാല്യക്കാരന് സൗഖ്യം വരുമെന്ന്. God was teaching and showing us how to speak the word of God and see it come to pass. ദൈവം നമ്മൾ എപ്രകാരം ദൈവത്തിന്റെ വചനം നമ്മൾ സംസാരിക്കുമ്പോൾ അത് പ്രവൃത്തിയിലേക്ക് കടന്നു വരും എന്നുള്ളതിനെ കുറിച്ച് വചനത്തിൽ പഠിക്കുവാൻ നമുക്ക് സാധിക്കുന്നു. Jesus said in the book of John, chapter 14 and verse 12. യോഹന്നാൻ 14-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, "The works that I do shall ye do also." ഞാൻ ചെയ്യുന്ന കാര്യമൊക്കെ നിങ്ങളും ചെയ്യും എന്നവിടെ കാണുവാൻ ഗുണം സാധിക്കുന്നു. Jesus was our example. അവിടെ യേശു അത്രേ നമുക്ക് ഒരു ഉദാഹരണമായിരിക്കുന്നത്. You say, but he was Jesus. He was God on the earth. ചിലപ്പോൾ നിങ്ങൾ ഇപ്രകാരം പറയും, അവൻ യേശുവായിരുന്നല്ലോ, ലോകത്ത് അവൻ ദൈവമായിരുന്നല്ലോ എന്നെല്ലാം നിങ്ങൾക്ക് പറയുവാനിടയാകും. But even Jesus said, "I can of mine own self do nothing." എന്നാൽ യേശു ക്രിസ്തു പല ആവർത്തി പറഞ്ഞിട്ടുണ്ട്, എനിക്ക് എന്റേതായിരിക്കുന്ന രീതിയിൽ ഒന്നും ചെയ്യുവാൻ തക്കണം സാധിക്കത്തില്ല എന്ന്. He laid aside his deity powers and operated as the Son of Man in his earthly ministry. എന്നാൽ ദൈവത്തിന് കൊടുത്തിരിക്കുന്ന അധികാരങ്ങളും ശക്തിയും ദൈവം മാറ്റിവെച്ച് ഈ ഭൂലോകത്തിൽ ദൈവം എപ്രകാരം ഒരു മനുഷ്യപുത്രനായി അയക്കപ്പെട്ടു, അപ്രകാരം അത്രേ താൻ ജീവിക്കുവാൻ തക്കണം ഇടയായത്. He wants you and I to be like Abraham and put the word of God and say in our mouth what God says in his word.
ദൈവം അബ്രഹാമിന് എപ്രകാരം തന്റെ വാക്കുകളിൽ കൂടി തനത് വിശ്വാസത്തിൽ തന്റെ വാക്കുകളിൽ കൂടി പറഞ്ഞത് നിവൃത്തിയിലേക്ക് കൊണ്ടുവന്നു, അതുപോലെ നമ്മളും ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. It took Abraham 24 years to learn that lesson. അബ്രഹാമിന് 24 വർഷത്തോളം എടുത്തു അത് മനസ്സിലാക്കുവാൻ തക്കോണം, അത് God പ്രാബല്യത്തിലേക്ക് kept കൊണ്ടുവരാൻ telling him തക്കോണം. the promises. He kept telling him the blessings that was for him. അബ്രഹാമിന് ദൈവം കൊടുക്കുന്ന വാഗ്ദത്തങ്ങളെയും അനുഗ്രഹത്തെക്കുറിച്ച് ദൈവം അബ്രഹാമിനോട് പറഞ്ഞുകൊണ്ടേയിരുന്നു. Abraham kept waiting for the promise, and he did not see it happen in his life. എന്നാൽ അബ്രഹാം തന്റെ മേൽ വന്ന വാഗ്ദത്തവും തന്നോട് പറഞ്ഞ കാര്യങ്ങളും അത് But നിവർത്തീകരിക്കുവാൻ God കാത്തിരുന്നു, told പക്ഷെ him, I നടന്നിട്ടില്ല. have made you the father of many nations, of multitudes. എന്നാൽ ദൈവം തന്നോട് ഇപ്രകാരം വാഗ്ദത്തം ചെയ്തു, ബഹുജാതികൾക്ക് തന്നെ ഞാൻ പിതാവാക്കി തീർക്കുമെന്ന്. And God put it in the past tense as if it had already happened. ദൈവം അത് മുന്നമേ നടന്നതായിട്ട് എന്നുള്ള രീതിയിൽ അത്രേ അബ്രഹാമിനോട് പറയുവാൻ തക്കമിടയായത്. Then Abraham began to say, my name is Abraham. I am the father of a multitude. എന്നാൽ എപ്രകാരം അബ്രഹാം വിശ്വാസത്തോടെ ഞാൻ ആകുന്നു ബഹുജാതികൾക്ക് പിതാവ് എന്ന് താൻ ഉറപ്പോടെ തന്നെ പറയാൻ തുടങ്ങിയപ്പോൾ, But Sarah was not pregnant, and he did not have a child by Sarah. എന്നാൽ ആ സമയത്ത് സാറ ഗർഭിണി അല്ലായിരുന്നു, തനിക്ക് ഒരു കുഞ്ഞില്ലായിരുന്ന ഒരു സമയമായിരുന്നു. He called those things that did not exist as if they already existed. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ താൻ വിശ്വസിച്ച് തന്റെ നാവെടുത്ത് താൻ പറയുവാൻ ഗുണമിടയായി. When you sow a seed in the ground, you are expecting a harvest that you cannot see yet. നിങ്ങൾ ഒരു വിത വിതയ്ക്കുമ്പോൾ നിങ്ങൾ അതിന്മേലുള്ളതായിരിക്കുന്ന കൊയ്ച്ചൽ നിങ്ങളെ കാണുന്നില്ല, എന്നാൽ നിങ്ങൾ വിശ്വാസത്തോടെ അത്ര നിങ്ങൾ വിതയ്ക്കുന്നത്. But if you have sowed the seed, you believe you have the harvest before you ever see it with your eyes. നിങ്ങൾ അത് വിതയ്ക്കുമ്പോൾ നിങ്ങൾ അത് വിശ്വാസത്തോടെ അത്രേ നിങ്ങൾ വിതയ്ക്കുന്നത്, നിങ്ങൾ അത് ആ പ്രകാരം ഒരു വിധം നിങ്ങൾ കാണുവാൻ തക്കോണം, ഒരു കൊയ്ത്ത് കാണുവാൻ തക്കോണം സാധിക്കുമെന്നുള്ളത്. In the book of Mark, chapter 4 and verse 14, മർക്കോസ് 4-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, the sower soweth the word. വിതയ്ക്കുന്നവൻ വചനം വിതയ്ക്കുന്നു എന്ന് കാണുവാൻ സാധിക്കും. The word of God is the seed, and you and I are the ones that sow it. ദൈവത്തിന് വചനം എന്ന് പറയുന്ന വിത്താകുന്നു, അത് വിതയ്ക്കുന്നത് നമ്മൾ ഓരോരുത്തരുമാകുന്നു. We sow it by speaking the word of God. നമ്മൾ എപ്രകാരം വിതയ്ക്കുന്നു ചോദിച്ചാൽ, ദൈവത്തിന്റെ വചനം നമ്മൾ സംസാരിക്കുന്നിടത്തോളം അത് ദൈവത്തിന്റെ വചന വിത്തായി ഭവിച്ച് അത് വിതയ്ക്കുവാൻ കൊണ്ടിടയാകും. James chapter 1 and verse 23. യാക്കോബ് 1-ാം അധ്യായം അതിന്റെ 23-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, it says, the word is the incorruptible seed that will last forever. വചനം എന്ന് പറയുന്നത് മാലിന്യമില്ലാതെ എന്നേക്കും നിലനിൽക്കുന്നതാകുന്നു. Our heart, our born again spirit is like a garden to put the word of God into it. നമ്മുടെ ഹൃദയം എന്ന് പറയുന്നത് വീണ്ടും ജനനം പ്രാപിച്ച ഹൃദയം ഒരു നല്ല വിത്ത് വിതയ്ക്കുവാൻ പാകമായിരിക്കുന്ന ഒരു പൂന്തോട്ടം പോലെ ആകുന്നു. When you sow seed in the ground, if it's corn or wheat, you do not know how it's going to make it grow up. എന്നാൽ നിങ്ങൾ വിത്ത് വിതയ്ക്കുമ്പോൾ അത് ഞെരുക്കമുള്ളതും നല്ല ഫലമുള്ളതായിരിക്കുന്ന ഒരു മണ്ണിലല്ല നിങ്ങൾ വിത്ത് വിതയ്ക്കുന്നുവെങ്കിൽ, but you sow the seed and you let the rain water it, and then it brings forth a harvest you do not know how. എന്നാൽ നിങ്ങൾ നല്ല നിലത്താണ് നിങ്ങൾ വിത്ത് വിതയ്ക്കുന്നത്, അത് മഴയിലും അത് നനഞ്ഞ് അത് വിത്ത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുമ്പോൾ നല്ലൊരു കൊയ്ത്ത് നിങ്ങൾക്ക് അതിൽ നിന്ന് നേടിയെടുക്കുവാൻ തക്കോണം സാധിക്കും. That is the way the word of God is in our lives. അപ്രകാരം മാത്രമേ ദൈവത്തിന്റെ വചനം നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യുവാൻ തക്കോണം ഇടയാകുന്നത്. Abraham did not know how it would happen, but he said, I am the father of a multitude. അബ്രഹാമിന് അതെപ്പോൾ സംഭവിക്കുമെന്ന് അറിയത്തില്ലായിരുന്നു, എന്നാൽ താൻ വിശ്വാസത്തോടെ താൻ നാവിൽ ഉച്ചരിക്കുവാൻ തക്കണം ഇടയായി, ഞാൻ ബഹുജാതികൾക്ക് പിതാവാകുന്നു എന്ന്.
But it did not happen until he began to speak it with his mouth and believe it in his heart. തന്റെ ഹൃദയത്തിൽ തന്നെ വിശ്വസിക്കുകയും തന്റെ നാമെടുത്ത് താൻ സംസാരിക്കുകയും ചെയ്തപ്പോൾ മാത്രമാണ് അത് സംഭവിക്കുവാൻ തക്കോണം, അല്ലെങ്കിൽ അത് പ്രവൃത്തിയിലേക്ക് വരുവാൻ തക്കോണം ഇടയായത്. Within 3 months after he began to say those things, Sarah became pregnant with the miracle child. താൻ വിശ്വാസത്തോടെ താൻ അത് ഉച്ചരിക്കുവാൻ തക്കോണം ഇടയായപ്പോൾ 3 മാസത്തിൽ തന്നെ സാറ ഗർഭിണിയാകുകയും വാഗ്ദത്ത സന്തതിയെ അവർക്ക് ദൈവം നൽകുവാൻ തക്കോണം ഇടയായി. When you say God's word, he meets all my need according to his riches. നമ്മൾ വായിക്കുമ്പോൾ ദൈവത്തിന്റെ ധനത്തിനൊത്തവണ്ണം ദൈവം സകലത്തിനും നമുക്ക് മതിയാകുന്നു, അല്ലെങ്കിൽ സകലം നമുക്ക് നിവർത്തിച്ചു തരുന്നുവെന്നത്രേ. And you say, I can do all things through Christ that strengthens me. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു എന്ന് നിങ്ങൾക്ക് പറയുവാൻ തക്കോണം സാധിക്കും. And you begin to say, I am blessed through the Lord Jesus Christ. നിങ്ങൾക്ക് പറയാൻ സാധിക്കും, യേശു മുഖാന്തരം ഞാൻ സകലത്തിലും അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നുവെന്ന്. The Bible tells us in the book of Mark, chapter 4. മർക്കോസ് 4-ാം അധ്യായത്തിൽ ഇപ്രകാരം വേദപുസ്തകത്തിൽ പറയുന്നു, The kingdom of God as if a man cast seed into the ground. ആ ദൈവരാജ്യം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ വിതയ്ക്കുവാൻ തക്ക നിലത്തിൽ വിതയ്ക്കുന്നത് പോലെ ആകുന്നു. And he sleeps day and night, but he does not know how it will happen. എന്നാൽ അവൻ രാവും പകലും അവൻ കാത്തിരിക്കുന്നു, പക്ഷെ എന്ത് സംഭവിക്കും എന്ന് അവൻ അറിയുന്നില്ല. But one day the seed springeth up, he knows not how. എന്നാൽ ഒരു നാൾ അവൻ അറിയാതെ തന്നെ ആ വിത്തുകൾ അത് മുളച്ചു വരുവാൻ തക്കോണം ഇടയാകുന്നു. That is the way the word of God works, the same way. അപ്രകാരം തന്നെയാണ് ദൈവത്തിന്റെ വചനവും നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരുന്നത്. In the book of John, chapter 1 and verse 1. യോഹന്നാൻ 1-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം വായിക്കുമ്പോഴും, In the beginning was the Word, and the Word was with God, and the Word was God. അവിടെ ഇപ്രകാരം വായിക്കുന്നു, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. All things that were made by the Word of God. സകലതും ഉളവായത് ദൈവത്തിന്റെ വാക്കിനാൽ അത്രേ സംഭവിച്ചിരിക്കുന്നത്. The universe, the planets, the earth, everything was made by the Word of God. ഈ സകല പ്രപഞ്ചത്തിലുള്ള സകലതും ദൈവത്തിന്റെ വാക്കിനാൽ അത്രേ ഉളവായത് എന്ന് നമുക്ക് വേദപുസ്തകത്തിൽ വ്യക്തമായിട്ട് കാണുവാൻ തക്കോണം സാധിക്കുന്നു. God spoke it with his mouth, and then it came to pass. അവിടെ പറയുന്നു, ദൈവം പറഞ്ഞു അത് സംഭവിച്ചു, ദൈവം കൽപ്പിച്ചു അത് സംഭവിച്ചു എന്ന് കാണുവാൻ സാധിക്കുന്നു. It is our responsibility to speak the word of God and believe it, and God will bring it to pass. We know not how. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ദൈവത്തിന്റെ വാക്കുകൾ അല്ലെങ്കിൽ വചനം നമ്മൾ വിശ്വാസത്തോടെ സംസാരിക്കുക ചെയ്യുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ തക്കോണം നമുക്ക് പ്രവർത്തീകരണം കാണുവാൻ തക്കോണം ഇടയാകും. In the book of John, chapter 15 and verse 7. യോഹന്നാൻ 15-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, If we abide in him and his word abide in us, we can ask what we will and it will come to pass. അവിടെ ഇങ്ങനെ വായിക്കും, നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിച്ചാൽ അത് നിങ്ങൾക്ക് കിട്ടും. The word of God has power in it. ദൈവത്തിന്റെ വചനത്തിൽ ദൈവത്തിന്റെ ശക്തിയുണ്ട്. In Hebrews chapter 4 and verse 12. ഹെബ്രായർ 4-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം ഇപ്രകാരം വായിക്കുന്നു, It says the word of God is alive and full of power. അവിടെ ദൈവത്തിന്റെ വചനം ജീവനുള്ളതും അത് ശക്തിയുള്ളതും എന്ന് കാണുവാൻ തക്കോണം സാധിക്കുന്നു. We hear the word of God and we read the word of God, and that is good. നമ്മൾ ദൈവത്തിന്റെ വചനം കേൾക്കുകയും ദൈവത്തിന്റെ വചനം നമ്മൾ പഠിക്കുകയും ചെയ്യുന്നുണ്ട്, അത് നല്ലതാണ്. But we want to activate the power that is in the word of God. എന്നാൽ ദൈവത്തിന്റെ വചനത്തിലുള്ള ശക്തിയെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളത് പ്രയോജനത്തിലേക്ക് കൊണ്ടുവരേണ്ടത് ആവശ്യമാണ്. The way you and I can do that is to speak the word out of our mouth and believe it in our heart. അത് എപ്രകാരം പ്രായോഗികമായിട്ട് കൊണ്ടുവരണമെന്ന് വെച്ചാൽ നമ്മൾ ആ വചനം നമ്മൾ നാവെടുത്ത് സംസാരിക്കുമ്പോൾ മാത്രമേ അത് സാധിക്കുകയുള്ളൂ.
When you sow a natural seed of wheat in the ground, you do not see the harvest right then. നിങ്ങൾ ഒരു വിത്ത് നിങ്ങൾ വിതയ്ക്കുമ്പോൾ അതിന്മേലുള്ള കൊയ്ത്തിനെ കുറിച്ച് നിങ്ങൾക്ക് കാണുവാൻ തക്കോണം സാധിക്കുന്നില്ല. But you believe it is good seed and it is in good ground and that it will produce a harvest. അപ്പോൾ പക്ഷെ നിങ്ങൾ വിശ്വസിക്കുന്നത് നല്ല വിത്താണ്, നല്ല നിലമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ഒരു ഫലം കായ്ക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ അത് വിതയ്ക്കുവാൻ That's the way it തക്കണയാകുന്നു. is with the Word of God. അപ്രകാരമാണ് ദൈവത്തിന്റെ വചനം ക്രിയ ചെയ്യുന്നത്. The Word of God is like a seed, but you must sow it in the ground before it can produce a harvest. ദൈവത്തിന്റെ വചനം എന്ന് പറയുന്ന ഒരു വിത്തിന് സമമാകുന്നു. അത് നിങ്ങൾ നിലത്ത് നിങ്ങൾ കുഴിച്ചിട്ടാൽ മാത്രമേ അത് എന്ത് ചെയ്യത്തുള്ളൂ, അതിനൊരു വിളവെടുക്കുവാൻ If you തക്കൊണ്ട് have കൊയ്തെടുക്കുവാൻ natural സാധിക്കുകയുള്ളൂ. seed, you can look at it and pray over it, but nothing will happen. നിങ്ങൾ ഒരു വിത്ത് എടുത്ത് വെച്ച് നിങ്ങൾ അതിലൂടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഒന്നും തന്നെ സംഭവിക്കുകയില്ല. You have to sow the seed in the ground so that it will produce a harvest. നിങ്ങൾ ആ വിത്ത് നിലത്ത് നിങ്ങൾ അത് കുഴിച്ചിട്ട് മാത്രമേ അതിന്മേലുള്ള ഒരു ക്രിയ വരുവാൻ തക്കണം, അല്ലെങ്കിൽ ഫലം കാണുവാൻ The തക്കണം Bible ഇടയാകുകയുള്ളൂ. works the same way when it comes to sowing a seed. വേദ പുസ്തകത്തിൽ വ്യക്തമായിട്ട് അപ്രകാരമാണ് പറയുന്നത്, ഒരു വിത്ത് എങ്ങനെ വിതയ്ക്കുന്നു അപ്രകാരമാകുന്നു എന്ന്. The Word is the incorruptible seed, and you and I are the ones that sow the seed. ദൈവവചനം എന്ന് പറയുന്നത് മലിനമില്ലാത്ത എന്നേക്കും നിലനിൽക്കുന്ന വിത്താകുന്നു. We sow the Word of God in our heart by speaking it out of our mouth and believing it with our heart. ഇത് ഈ വചനം എന്ന വിത്ത് നമ്മളെ ഹൃദയത്തിൽ നമ്മൾ കൊണ്ടുവരികയും നമ്മൾ നാവെടുത്ത് നമ്മൾ സംസാരിക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് അത് പ്രവൃത്തിയിലേക്ക് കാണുവാൻ തക്ക We ഇടയാകുന്നത്. can understand the things that are spiritual by the natural things. നമുക്ക് ആത്മീയമായിരിക്കുന്ന നിലവാരത്തിലുമേൽ സ്വാഭാവികമായിരിക്കുന്ന നിലവാരത്തിലുമേൽ അത് കാണുവാൻ തക്കണം സാധിക്കുന്നു. Jesus is called, one of his names, he is called the Word of God. യേശുവിന് ഇപ്രകാരം ദൈവത്തിന്റെ വചനം എന്ന ഒരു വാക്കുകൂടെ നമുക്ക് കേൾക്കുവാൻ തക്കണം സാധിക്കുന്നു. In 1 John chapter 5 and verse 7, 1 യോഹന്നാൻ 5-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, there are three that bear record, the Father, the Word, and the Holy Ghost. അവിടെ മൂന്ന് വ്യക്തികൾ ഇത് പറയുന്നു, പിതാവ്, അതേപോലെ വചനം, അതേപോലെ പരിശുദ്ധാത്മാവ് ഇതിന് സാക്ഷ്യം വഹിക്കുന്നുവെന്ന്. In the book of Revelation chapter 19 and verse 13, വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം നോക്കുമ്പോൾ, Jesus is coming back to fight the battle of Armageddon. He is called the Word of God. യുദ്ധത്തിനായി യേശു ക്രിസ്തു വീണ്ടും വരുന്നു, അവൻ ജീവിക്കുന്ന വചനമാകുന്നു എന്ന് അവിടെ കാണുവാൻ സാധിക്കുന്നു. In the book of John chapter 1 and verse 14, യോഹന്നാൻ 1-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, it says the Word was made flesh and dwelt amongst us. അവിടെ പറയുന്നു വചനം ജഡമായി തീർന്നു, അത് നമ്മുടെ ഇടയിലേക്ക് കടന്നു വരുവാൻ ഇടയായി എന്ന്. Many places in the Bible Jesus is called, his name is the Word of God. വേദപുസ്തകത്തിൽ പലയിടങ്ങളിൽ പ്രകാരം കാണുവാൻ തക്കുന്ന സാധിക്കുന്ന യേശുവിനെ ജീവിക്കുന്ന വചനം എന്ന് കാണുവാൻ തക്കണം ഇടയാകുന്നു. The Word of God is a revelation of the living Word who is Jesus. ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് യേശു ജീവിച്ചിരുന്നു എന്നുള്ളതിന്റെ വെളിപ്പെടുത്തലാണ് അവിടെ കാണുവാൻ തക്കണം സാധിക്കുന്നത്. The more you learn about the Bible, the more you learn about Jesus. നിങ്ങൾ കൂടുതൽ വേദപുസ്തകം നിങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ കൂടുതൽ യേശുവിനെ കുറിച്ച് നിങ്ങൾക്ക് പഠിക്കുവാനും മനസ്സിലാക്കുവാനും തക്കവണ്ണം സാധിക്കും. In the book of John chapter 15 and verse 7, യോഹന്നാൻ 15-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, if you abide in me and my words abide in you, you will ask what you will and it will happen. അവിടെ ഇങ്ങനെ വായിക്കും, നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിൽ വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്ന എന്തെങ്കിലും അപേക്ഷിപ്പിൻ, അത് നിങ്ങൾക്ക് കിട്ടും. It is not because you and I have the power, but the power of God is in the Word of God. അത് നിങ്ങൾക്കും എനിക്ക് എന്തെങ്കിലും ശക്തിയുണ്ടെന്നല്ല, ദൈവത്തിന്റെ വചനത്തിന് ശക്തിയുള്ളത് കൊണ്ട് അത്രേ സംഭവിക്കുന്നത്.
In Romans chapter 1 and verse 16, റോമർ ഒന്നാം അധ്യായം അതിന്റെ 16 വാക്യം വായിക്കുമ്പോൾ it says the gospel is the power of God. അവിടെ പറയുന്ന സുവിശേഷം എന്നുള്ളത് ദൈവത്തിന്റെ ശക്തിയാകുന്നുവെന്ന്. But for that power to be released, we must believe it and we must speak it out of our mouth. ആ ശക്തി വെളിപ്പെട്ട് വരണമെങ്കിൽ നമ്മൾ ദൈവത്തിന്റെ വചനം സംസാരിക്കുകയും ദൈവത്തിന്റെ വചനം നമ്മൾ വിശ്വസിക്കുകയും ചെയ്യണം. We must be like Abraham in the book of Romans chapter 4 and verse 17. റോമർ 4 അധ്യായം അതിന്റെ 17 വാക്യം വായിക്കുന്ന പോലെ അബ്രഹാമിന്റെ വിശ്വാസം നമുക്ക് ഉണ്ടായിരിക്കണം. Abraham was looking at the promises of God that God had promised him. ദൈവം തനിക്ക് കൊടുത്തിരിക്കുന്ന വാഗ്ദത്തത്തെ അവൻ നോക്കി കാണുകയായിരുന്നു. And he began to speak about things that did not exist as if they already existed. അവിടെ സംഭവിച്ചിട്ടില്ലാത്തൊരു വിഷയത്തെ താൻ വിശ്വാസത്തിൽ അത് സംഭവിച്ചു എന്ന വിശ്വാസത്തോടെ താൻ നാവെടുത്ത് പറയുവാൻ തക്കമിടയായി. If a parent tells a child, "I will buy you a gift on Saturday," they believe they will have it before they see it. ഒരു പിതാവ് കുഞ്ഞിനോട് നിനക്ക് ശനിയാഴ്ചക്ക് മുമ്പ് ഞാനൊരു ഗിഫ്റ്റ് നിനക്ക് നൽകുമെന്ന് പറഞ്ഞാൽ ആ കുഞ്ഞത് വിശ്വസിക്കുന്നു, അത് ലഭിക്കുമെന്നുള്ള നിലപാടത്തിൽ. You and I must believe the promises of God as if we already have them before we see them with our eyes. നിങ്ങളും ഞാനും ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതായിരിക്കുന്ന വാഗ്ദത്തങ്ങൾ അത് ലഭിക്കുന്നതിന് മുമ്പ് തന്നെ ലഭിച്ചു എന്ന വിശ്വാസത്തോടെ അതിനുവേണ്ടി നമ്മൾ സംസാരിക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെയാണ് ദൈവത്തിന്റെ വചനവും ദൈവത്തിന്റെ വാക്കുകളും അത് ഉളവായി വരുന്നതും അല്ലെങ്കിൽ പ്രയോജനപ്പെടുന്നതും. നിങ്ങളത് കാണുന്നതിന് മുമ്പ് തന്നെ അത് വിശ്വസിക്കേണ്ടത് ആവശ്യമാണ്. And you begin to praise God and thank Him for the answer as if you have it, but even you don't see it yet. നിങ്ങൾ നന്ദി പറയുകയും നിങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം. നിങ്ങൾ കാണുന്നതിന് മുമ്പ് തന്നെ അത് ലഭിച്ചു എന്ന നിലവാരത്തിൽ നിങ്ങൾ കാണുകയും നന്ദി പറയുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. In the book of Joshua chapter 6 and verse 2, യോശുവ 6 അധ്യായം അതിന്റെ 2 വാക്യം വായിക്കുമ്പോൾ God told Joshua, "See, do you see, I have already given you Jericho and the mighty men thereof." അവിടെ വായിക്കുന്നു, നിനക്ക് ഞാൻ മുന്നമേ തന്നെ നിന്റെ കയ്യിൽ ഞാൻ എരിഹോവിനെയും അതിലെ രാജാവിനെയും അതിലെ ഭടന്മാരെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന്. That is before they had even crossed over Jordan to take over the city of Jericho. എന്നാൽ എരിഹോ പട്ടണം പിടിച്ചടക്കുന്നതിന് യോർദാൻ കടക്കുന്നതിന് മുൻപ് ദൈവം കൊടുത്ത വാഗ്ദത്തമായിരുന്നു അത്. In the book of Mark chapter 11 and verse 24, മർക്കോസ് 11 അധ്യായം അതിന്റെ 24 വാക്യം വായിക്കുമ്പോൾ when you pray, if you believe you receive it, then you shall have it. അവിടെ പറയുന്നു, നിങ്ങൾ അത് ലഭിച്ചു എന്ന വിശ്വാസത്തോടെ നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന്. You have to have it by faith before you can have it manifested in the natural. നിങ്ങളുടെ ജീവിതത്തിൽ അത് വെളിപ്പെട്ട് കാണുന്നതിന് മുമ്പേ നിങ്ങൾ ആദ്യം വിശ്വാസത്തിന് ലഭിച്ചു എന്ന് വിശ്വസിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണം. That is the way faith works in the Bible. അപ്രകാരമാണ് ദൈവത്തിന്റെ വചനം വിശ്വാസം നമ്മുടെ ജീവിതത്തിന്മേൽ വെളിപ്പെട്ട് വരുന്നത്. You have to have it by faith before you can have it in the natural. നിങ്ങൾ വിശ്വാസത്തിൽ അത് പ്രാപിക്കണം. നിങ്ങൾക്കത് ലഭിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ വിശ്വാസത്തിൽ പ്രാപിക്കേണ്ടത് ആവശ്യമാണ്. The word of it is wonderful to learn more and more about the word of God. You will learn more and more about Jesus. നമുക്ക് കൂടുതൽ നമ്മൾ ദൈവത്തിന്റെ വചനം നമ്മൾ പഠിക്കുമ്പോൾ കൂടുതൽ യേശുവിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുവാൻ തക്കോണം നമുക്ക് പഠിക്കുവാൻ തക്കോണം സാധിക്കുന്നു. I want you to pray this prayer out loud with your mouth with me to receive Jesus as Savior. യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുവാൻ തക്കോണം നിങ്ങൾ ശബ്ദമുയർത്തി എന്നോട് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കണം എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. I believe Jesus Christ is the Son of God.
ഞാൻ വിശ്വസിക്കുന്നു യേശു ക്രിസ്തു ദൈവത്തിന്റെ പുത്രനാകുന്നു എന്ന്. I believe he died on the cross for me and rose from the dead. ഞാൻ വിശ്വസിക്കുന്നു യേശു ക്രിസ്തു ക്രൂശിൽ മരിക്കുകയും എനിക്കായി തന്നെ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തുവെന്ന്. Not just with my mind, but with my heart, I receive Jesus as my Savior. എന്റെ മനസ്സുകൊണ്ട് മാത്രമല്ല എന്റെ ഹൃദയം കൊണ്ടും ഞാൻ യേശുവിനെ എന്റെ സ്വന്തം രക്ഷിതാവും ദൈവവുമായി ഞാൻ സ്വീകരിക്കുന്നു. If you believe that with your heart, then you are born again and a child of God. നിങ്ങൾ ഈ പ്രാർത്ഥിച്ച പ്രാർത്ഥന ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ വീണ്ടും ജനനം പ്രാപിച്ചിരിക്കുന്നു, നിങ്ങൾ ഒരു ദൈവത്തിന്റെ പൈതലായി മാറിയിരിക്കുന്നു. Get into a good, strong church and learn more and more about Jesus. He will help you day by day and step by step. In Jesus' name, we love you. നല്ലൊരു സഭയിലേക്ക് കടന്നു പോവുകയും വചനം പഠിപ്പിക്കുകയും വചനത്തെ നിങ്ങൾ ഉറപ്പിക്കുകയും ചെയ്യുന്ന ഒരു സഭയിലേക്ക് കടന്നു പോകാം. ഒരു ദിവസം തോറും വചനം വായിക്കുക. ആ വചനം, ദൈവത്തിന്റെ വചനം നിങ്ങളെ ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ചെയ്യും. നിങ്ങളെ മുന്നോട്ടുള്ള ജീവിതത്തിൽ അത് വളരെയധികം പ്രയോജനപ്പെടുത്തുവാൻ തക്കോണം ഇടയാകാം. ആമേൻ.